തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെത്തുമെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ്. പ്രധാനമന്ത്രി വൈകാതെ തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തും. ശശി തരൂരിനായി ബിജെപിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ബിജെപിയിലേക്ക് വരണോ എന്ന കാര്യത്തിൽ ശശി തരൂരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ശശി തരൂർ ബിജെപി ചേരുമോ അല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹം ബിജെപി ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബിജെപിയോടൊപ്പം ചേരുന്നുണ്ട്, ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിലും നിരവധി സമീപകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ണൂരിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബിജെപിയിൽ ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒഴുക്ക് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ അല്ല, ഇനി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. കാരണം ഞങ്ങൾ പുതിയ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഇന്നേ വ്യക്തി വരുമോ എന്നുള്ള ചോദിച്ചാൽ അത് അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ശശി തരൂർ ബിജെപിയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കേരളത്തിൽ ഒന്നിലധികം സീറ്റുകളിൽ ബിജെപി വിജയിക്കുമെന്ന ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ്. ഇടത് വലതു മുന്നണികൾ ഒരുമിച്ച് നിന്നാലും വിജയിക്കാനാകുന്ന വോട്ട് ബിജെപിക്ക് ലഭിക്കും. ചില മണ്ഡലങ്ങളിൽ 75,000 വോട്ട് വരെ അധികമായി ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടുവെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. നമ്മുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു. നമ്മുടെ വരുന്ന ലോക്സഭയിൽ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾ കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അത് കേവലം ആഗ്രഹമോ മോഹങ്ങളോ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്, മലയാളിയുടെ മനസ്സും മാറുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം, ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വേദിയാവാൻ പോകുന്നു. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും സ്വീകരിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. PC ജോർജിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. പത്തനംതിട്ടയിൽ ബിജെപി തന്നെ മത്സരിക്കണോ എന്ന കാര്യത്തിലും ആലോചന നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ ജനപക്ഷ പാർട്ടി ഈ NDAയുടെ ഭാഗമായി മാറാൻ അവരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഭാഗമാകാൻ, NDAയുടെ ഭാഗമാകാൻ സന്നദ്ധത അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ PC ജോർജ് എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെയും അതേ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഈ ഭാവാത്മകമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വവും ഇക്കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും. അതിനുശേഷം ഈ പാർട്ടി മെമ്പർ തന്നെ ആകണം എന്ന അഭിപ്രായം BJP പങ്കുവച്ചതായി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണോ? അല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ സംഘടനകത്ത് പല രീതിയിൽ നടക്കുന്നുണ്ട്. BJP ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ പേരല്ല, മറിച്ച് ഏതെങ്കിലും പുതിയ ഘടകകക്ഷിയാണോ അല്ലെങ്കിൽ BJP തന്നെയാണോ മത്സരിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചെറിയ ചെറിയ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മൂർത്തമായിട്ടുള്ള, ഒരു ക്ലിയറായിട്ടുള്ള, ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് എല്ലാം പരിശോധിക്കുന്നുണ്ട്, എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്.